അങ്ങനെ പഴവങ്ങാടിന്ന് ഇറങ്ങിയിട്ട് അടുത്തതായിട്ട് നമ്മൾ പോയത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ കുറച്ച് സമയം ക്യൂ നിൽക്കേണ്ടി വന്ന്. എന്നാലും നന്നായിട്ട് തൊഴാൻ പറ്റി. പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. അടുത്തതായിട്ട് നമ്മൾ പോയത് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെ എത്തി ചെറിയൊരു ക്യൂ ആയിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് അമ്മേനെ നന്നായിട്ട് കണ്ടു തൊഴാൻ പറ്റി. അങ്ങനെ കുറച്ചു നേരം അകത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ എന്തെങ്കിലും കഴിക്കാനാണ് പോയത്. കാരണം രാവിലെയായിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ പോയത് സൂവിലേക്കാണ്. ഇവിടെ ട്രിവാൻഡ്രം വരെ വന്നിട്ട് സൂ ആണ് അതെങ്ങനെ പോണേന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കാണാൻ പോയത്. പക്ഷെ അതിനകത്ത് കേറിയപ്പോഴാണ് മനസ്സിലായത് വരണ്ടായിരുന്നെന്ന്. അത് വേറൊന്നും കൊണ്ടല്ല, നടന്ന് നടന്ന് മതിയായി. ഈ സൂവിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയപ്പോഴാണ് കണ്ടത് 55 ഏക്കേഴ്സിലായിട്ടാണ് ഈ സൂ ഉള്ളതെന്ന്. ഇതെനിക്ക് നേരത്തെ അറിയാമെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് പോകില്ലായിരുന്നു. പിന്നെ ഈ സൂ എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം പോയത് കടുവ, സിംഹം, പുലി അങ്ങനെയുള്ളതിനെല്ലാം കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ നമ്മൾ ആദ്യം നടക്കുന്ന വഴികളിലെല്ലാം ബേർഡ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് സിംഹത്തിനെയൊക്കെ കണ്ടുവരുന്ന സമയത്ത് നമ്മൾ ആകെ അവശതയായിട്ട് എങ്ങോട്ടും നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മടുത്ത് ലാസ്റ്റ് നമ്മൾ പോയത് ആഴിമല ശിവ ടെമ്പിളിലേക്കാണ്. ഇവിടെയുള്ള ഗംഗാധരേശ്വര രൂപത്തിലുള്ള ശിവ സ്റ്റാച്ചു അത് കാണേണ്ട ഒന്നാണ്, അത് മിസ് ചെയ്യരുത്. അതിന് താഴെയുള്ള കേവില് പല രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ട്രിവാൻഡ്രം സന്ദർശനം അവസാനിച്ചിരിക്കുന്നു.